പാലക്കാട് ബിജെപിയിൽ ഒരു വലിയ പൊട്ടിത്തെറിയുടെ സാഹചര്യം ഉണ്ടാവുകയാണ്. 9 കൗൺസിലർമാർ ഇന്ന് പാർട്ടിക്ക് രാജിക്കത്ത് നൽകും. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനെ പാലക്കാട് ബിജെപി ജില്ലാ പ്രസിഡന്റ് ആക്കുന്നതിനെതിരെയാണ് പ്രതിഷേധം. ടി.ജി. സജിത്ത് വിവരങ്ങളുമായി. സജിത്ത്, പാലക്കാട് ബിജെപിയിൽ ഇത്തരത്തിൽ ഉരസലുകൾ ഉണ്ടാവുന്നതും അവിടെ പ്രതിഷേധം പുകയുന്നതും ഒന്നും ആദ്യമായല്ല. പക്ഷേ ഇതിപ്പോൾ പുതിയൊരു റീസൺ ആണ്. പ്രശാന്ത് ശിവനെ ജില്ലാ പ്രസിഡന്റ് ആക്കുന്നതിൽ പ്രതിഷേധിച്ച് വലിയൊരു കൂട്ടം തന്നെ ഒരുപക്ഷെ ബിജെപി വിട്ടേക്കുമെന്ന് വരുന്നു. അതിന് നടുവിലായി നിൽക്കാൻ സന്ദീപ് വാര്യരുണ്ട്. അതൊരു പാലമാണ്. അപ്പൊ ആ രീതിയിൽ ഒരു ആശങ്ക ബിജെപിക്ക് അകത്തുണ്ട്. ഇന്നിപ്പോ പ്രശാന്ത് ശിവന്റെ പോസ്റ്ററൊക്കെ കാണുന്നുണ്ട്. പാർട്ടി ഏൽപ്പിച്ച ദൗത്യം വിജയകരമായി നിർവഹിക്കാൻ അദ്ദേഹം ആഘോഷമായി ജില്ലാ പ്രസിഡന്റ് ആവാൻ പോകുമ്പോഴാണ് ഒരു വശത്ത് ഇത്രയും വലിയൊരു പ്രതിഷേധം നടക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ അവിടെ ഉണ്ടാകുന്നുണ്ടോ? ശ്രീജ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇത് പാലക്കാട് ബിജെപിയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ബിജെപിക്ക് പാലക്കാട് അങ്ങേറ്റം നിർണായകമായ ഒരു ഇടമാണ്. കാരണം സംസ്ഥാനത്ത് ബിജെപി അധികാരത്തിലെത്താൻ അല്ലെങ്കിൽ കൂടുതൽ സാന്നിധ്യം ഉറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പാലക്കാട് നഗരസഭയിലെ അവരുടെ നേട്ടം ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് പലപ്പോഴും ബിജെപി അത് അവരുടെ രാഷ്ട്രീയ നേട്ടം സംസ്ഥാനത്തെ പ്രകടമാക്കാറുള്ളത്. പക്ഷേ ആ പാലക്കാട് നഗരസഭാ ഭരണം പോലും നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് ഈ പ്രതിസന്ധി മാറുന്നു എന്നതാണ് ഈ പശ്ചാത്തലം. ശ്രീജ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ ഉണ്ടായ ഈ തർക്ക വിഷയങ്ങളിൽ നേതൃത്വത്തിൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ 9 കൗൺസിലർമാർ കടുത്ത നിലപാടിൽ തന്നെ തുടരുന്നു എന്നതാണ് സാഹചര്യം. നിലവിലെ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ അടക്കമുള്ളവർ ഈ നിലപാടുമായി മുന്നോട്ട് പോവുകയാണ്. അതായത് ഈ പ്രശാന്ത് ശിവനെ ജില്ലാ അധ്യക്ഷനായി പ്രഖ്യാപിച്ചാൽ ഇന്ന് തങ്ങൾ രാജി നൽകും എന്നതായിരുന്നു അവരുടെ നിലപാട്. 9 കൗൺസിലർമാർ ഇങ്ങനൊരു നിലപാടെടുക്കുമ്പോൾ സ്വാഭാവികമായിരിക്കും അവിടെ ഭൂരിപക്ഷം ബിജെപിക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. അതോടുകൂടി ഭരണം നഷ്ടമായേക്കാം എന്ന അവസ്ഥയിലേക്ക് സാഹചര്യം പോകുന്നു എന്നതാണ് അവസ്ഥ. ഈ രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം പ്രശാന്ത് ശിവൻ സി കൃഷ്ണകുമാറിൻ്റെ നോമിനിയാണ്. അവിടുത്തെ പ്രാദേശിക നേതാക്കൾക്ക് പിന്തുണയുള്ള വ്യക്തിയല്ല. പ്രശാന്ത് ശിവനെ അടിച്ചേൽപ്പിക്കുന്നു. അദ്ദേഹത്തിന് പ്രവർത്തന പാരമ്പര്യമില്ല. ഇതൊക്കെയാണ് പ്രധാനമായും അവിടുത്തെ വിമത വിഭാഗം ഉയർത്തിക്കാട്ടുന്ന പ്രധാനപ്പെട്ട കാര്യം. കാരണം പ്രശാന്ത് ശിവന് ഈ ജില്ലാ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയമിക്കുമ്പോൾ ചില നിർദ്ദേശങ്ങൾ കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വെച്ചിരുന്നു. അതിലൊന്ന് 6 വർഷത്തിലധികം പ്രവർത്തന പരിചയം വേണമെന്ന നിലപാടാണ്. മറ്റൊന്ന് പ്രായപരിധിയാണ്. ഈ 2 കാര്യങ്ങളിലും പ്രശാന്ത് ശിവനുമായി ചേർന്ന് പോകുന്നതല്ല. ഇക്കാര്യങ്ങൾ തെറ്റ്. അതുകൊണ്ട് പ്രശാന്ത് ശിവന്റെ നിയമനം തെറ്റായ നീക്കമാണ്. അത് ഒരാളെ അടിച്ചേൽപ്പിക്കുന്നതിന് തുല്യമാണ്. സി കൃഷ്ണകുമാറിൻ്റെ താല്പര്യം മാത്രമാണ് അവിടെ പ്രകടമായത്. പാലക്കാട് നേരത്തെ തന്നെ ഉണ്ടായ വിമത പ്രശ്നങ്ങൾ ഈ ഒരു നിയമനത്തോടുകൂടി ഒന്നുകൂടി ശക്തിപ്പെടുന്നു എന്നതാണ് സാഹചര്യം. 9 കൗൺസിലർമാരും ഒരു സമ്മർദ്ദ ശക്തിയാകുന്നു എന്നതിനപ്പുറത്തേക്ക് അവർ രാജിവെക്കില്ല എന്നതാണ് ബിജെപിയുടെ സംസ്ഥാന നേതൃത്വം ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ സാഹചര്യം എന്താ എന്നത് ഇന്ന് നിർണായകമാണ്. ഇന്ന് ഈ പ്രശാന്ത് ശിവനെ പ്രഖ്യാപിച്ചാൽ തങ്ങൾ രാജി പ്രഖ്യാപിക്കുമെന്ന നിലപാട് അവർ സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ദിവസം നിർണായകമാണ്. പാലക്കാട് ബിജെപി രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഏറെ നിർണായകമായൊരു നീക്കമാണ് ഇന്ന് പ്രതീക്ഷിക്കാനാവുന്നത്. ഇതിനിടയിൽ സജിത്ത്, ഈ സന്ദീപ് വാര്യർ ഫാക്ടർ ഏതെങ്കിലും തരത്തിൽ നിർണായകമാവുന്നുണ്ടോ? സന്ദീപ് വാര്യർ ഈ വിഷയത്തിൽ ഇടപെടുകയോ അല്ലെങ്കിൽ ഈ അസംതൃപ്തരുമായി ഏതെങ്കിലും തരത്തിൽ ചർച്ച നടത്തുകയോ അങ്ങനെ എന്തെങ്കിലും സൂചനകൾ വരുന്നുണ്ടോ? ശ്രീജ, വളരെ പ്രസക്തമാണത്. കാരണം സന്ദീപ് വാര്യർ ബിജെപിയിൽ നിന്നും പോയതിനു ശേഷം സന്ദീപ് വാര്യർക്ക് സ്വാധീനമുള്ള ഇടത്ത് അദ്ദേഹം ഒരു ഇടപെടൽ നടത്തുന്നു എന്നതാണ് ഇന്നലെ തന്നെ വന്നത്. അത് സന്ദീപ് വാര്യർ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. തൻ്റെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യമാണ്. കോൺഗ്രസ് എന്തായാലും വളരെ കരുതലോടുകൂടിയാണ് ഈ നീക്കത്തെ കാണുന്നത്. കാരണം 9 കൗൺസിലർമാർ മറ്റൊരു നിലപാട് സ്വീകരിച്ച് അവരെ ഒപ്പം ചേർക്കാനുള്ള നീക്കത്തിലേക്ക് കോൺഗ്രസ് മുന്നോട്ട് വരും. അതിന് ചുക്കാൻ പിടിക്കുന്നതാവട്ടെ സന്ദീപ് വാര്യരെയാണ്. ബിജെപിയിലെ വലിയ ബന്ധങ്ങൾ ഉപയോഗിച്ച് സന്ദീപ് വാര്യർക്ക് അത്തരമൊരു ദൗത്യം കോൺഗ്രസും നൽകിക്കഴിഞ്ഞു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. എന്തായാലും നേതാക്കൾ തമ്മിലുള്ള ആശയവിനിമയങ്ങൾ നടക്കുന്നുണ്ട്. ഈ കൗൺസിലർമാരുമായുള്ള ആശയവിനിമയങ്ങൾ സന്ദീപ് വാര്യരും ആരംഭിച്ചിട്ടുണ്ട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പം നമ്മൾ നേരത്തെയും കണ്ടതാണ്. അതിൻ്റെ തുടർച്ചയായിട്ട് കൂടി വേണം ഇപ്പോഴത്തെ സംഭവങ്ങളെ കാണാൻ. മറ്റൊരു പടി കൂടി കടന്ന് ഈ പ്രതിസന്ധി മാറാനുള്ള സാധ്യതയുണ്ട്. ശ്രീജ, ഒരുപക്ഷെ 27 സംഘടനാ ജില്ലകളാണ് അവിടുത്തെ അധ്യക്ഷന്മാരെയാണ് ഇന്ന് പ്രഖ്യാപിക്കാൻ പോകുന്നത്. ഇത് പാലക്കാടിനപ്പുറത്തേക്ക് മറ്റ് ജില്ലകളിലേക്കും ഈ പ്രതിസന്ധി മാറാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരത്ത് അടക്കം ജില്ലാ അധ്യക്ഷന്റെ നിയമനവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ, തർക്കങ്ങളൊക്കെ ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ പാലക്കാട് നിന്ന് ആരംഭിക്കുന്ന വിവാദം ബിജെപിയെ കുഴയ്ക്കുമോ എന്നതാണ് അറിയാനുള്ളത്. ഇന്നത്തെ ദിവസം ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം കൂടുതൽ വിമത നീക്കങ്ങൾ സംസ്ഥാന അടിസ്ഥാനത്തിൽ തന്നെ ഉണ്ടാവാം. പ്രത്യേകിച്ച് പാലക്കാട് പരമപ്രധാനമാണ് താനും. ശരി, ടി.ജി. സജിത്താണ് വിവരങ്ങൾ നൽകിയത്.
കേരളത്തിലെ BJPയെ സംബന്ധിച്ച് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഈ ജില്ലാ അധ്യക്ഷന്മാരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അസംതൃപ്തർ എന്ത് ചെയ്യും എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. പ്രത്യേകിച്ച് പാലക്കാട് BJP വലിയ പ്രതീക്ഷ പുലർത്തുന്ന പാലക്കാട് 9 പേർ രാജിവെക്കുകയാണെങ്കിൽ അത് നഗരസഭാ ഭരണത്തെ പോലും സ്വാധീനിക്കുമെന്നതിനാൽ നമുക്ക് ഇന്ന് പാലക്കാട്ടേക്കും വളരെ വളരെ ശ്രദ്ധയോടെ ഉറ്റുനോക്കാം.